ഹല്ലേലൂയ. അവിടെ നമ്മുടെ മക്കളെ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകരിച്ച്, ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയിൽ കേന്ദ്രീകരിച്ച് സഭയോട് ചേർത്ത് വേണം വളർത്തുവാൻ. ഇതാണ് കുടുംബജീവിതം. നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. വിശ്വാസത്തിലും വിശുദ്ധിയിലും നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി. മരിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഇവിടുന്ന് പോകാം. ഹല്ലേലൂയ. കരമേറ്റി ഒന്ന് സ്തുതിക്കാമോ? നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ഒന്ന് ശക്തിയോട് സ്തുതിച്ചേ. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ഉണർവോടെ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ശക്തിയോട് ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങള് ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞതൊക്കെ വളരെ ലൈറ്റ് കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. കൂടുതലൊന്നും പറയാനൊക്കത്തില്ല. അത് പരസ്യമായിട്ട് പറയാൻ പറ്റുകയില്ല. ഓരോ സംഭവങ്ങൾ ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാതാപിതാക്കന്മാര് നന്നായിട്ട് മുട്ടയിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, വിശ്വാസം ജീവിക്കാൻ വേണ്ടി. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, ജപമാല പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തണം. ഹല്ലേലൂയ. നമ്മുടെ എത്ര കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ജപമാല ഇടുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജപമാല കാണാപ്പാടം അറിയാമോ? ഒരിക്കൽ ഞാൻ ഓർക്കുക, തൃശ്ശൂരില് ഒരു ഇടവകയില് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടക്കുക. യുവജനങ്ങളുടെ 100-400 പിള്ളേരുണ്ട്. അവിടെ മാതാവിനെ കുറിച്ച് എന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ജപമാല കാണാപ്പാടം ചെല്ലാൻ അറിഞ്ഞത് സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശം, ഈ 4 രഹസ്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആ 400ഓളം പിള്ളേരിൽ അവിടെയുണ്ട്. അവിടുത്തെ വികാരിച്ചനും ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് ആ സമയത്ത്, ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് 10,000 കുട്ടികളുള്ള 10,000 ഇടമൊക്കെ ഉണ്ട്. 10,000 യുവതിവാക്കന്മാരുള്ള സമയത്ത് 100-400 പിള്ളേർ വന്നിട്ട് അതിൻ്റെ സങ്കടം അച്ഛനുണ്ട്. അച്ഛന് ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഒരു വീട്ടിൽ ചെന്ന് അച്ഛനിങ്ങനെ യുവജനങ്ങളൊക്കെ വീട്ടിലൊക്കെ കയറി ധ്യാനത്തിൽ വിടുന്ന ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അവിടെ 2 ആൺപിള്ളേരുണ്ട്, മക്കളെ ധ്യാനത്തിൽ വിടുമെന്ന് പറഞ്ഞു. അച്ഛൻ പറയുക, ആ വീട്ടിൻ്റെ അപ്പൻ, ഈ പിള്ളേരുടെ അപ്പം പറഞ്ഞു, എൻ്റെ മക്കളെ മാർപ്പാപ്പാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ധ്യാനത്തിന് വിടുന്നില്ലെന്ന് പറഞ്ഞു. ഇതുപോലുള്ള അപ്പന്മാരുണ്ട്. അന്ന് അച്ഛൻ പറയാം, സങ്കടത്തോടെ പറയാം, ഇതുപോലുള്ള അപ്പന്മാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറയുന്നത്, എൻ്റെ പിള്ളേരെ ഞാൻ മാർപ്പാപ്പാക്കൊന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ധ്യാനത്തിന് വിടുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു 100-400 പിള്ളേർ മൊത്തം വന്നിട്ടുണ്ട്. അന്ന് ആ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, ജപമാല അറിയാവുന്നവരോ? ഒറ്റ കുട്ടികൾ പോലുമില്ല. ഒരു 10-200 പെൺപിള്ളേരുണ്ടോ? ഒറ്റ ഒരു പെൺകുട്ടികൾക്ക് ജപമാല അറിയത്തില്ല. ഞാൻ ചോദിച്ചു വന്നപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാവുന്ന ഒരു 12 പെൺകുട്ടികളുണ്ട്, 1-2 ആൺകുട്ടികളുണ്ട്. മൊത്തം ഒരു 15 പേരുണ്ട്. ബാക്കി ഒറ്റ ഒരെണ്ണത്തിന് സന്തോഷവും ദുഃഖവും മഹിമയും ഒരു ജപമാലയും അറിയത്തില്ല, കാണാപ്പാടവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഇത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കുറ്റമാണ് നിങ്ങൾക്ക് ജപമാല അറിയത്തില്ലാത്തത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. 10, 18, 20 വയസ്സുള്ള പിള്ളേർക്ക് ഒരു ജപമാല പോലും മനപ്പാടം ചെല്ലാൻ അറിയത്തില്ല. അപ്പനും അമ്മയൊക്കെ വളരെ കുഞ്ഞിലെ പിള്ളേരെ ഇത് പഠിപ്പിക്കണേ. അത് മക്കളെ പ്രാർത്ഥന പഠിപ്പിക്കുക, ജപമാല ഭക്തിയിൽ വളർത്തുക. നമ്മൾ ചെയ്യേണ്ട ഓരോ പ്രാർത്ഥനകളും പഠിപ്പിക്കണം. സഭയോട് ചേർന്ന് നിൽക്കാൻ മക്കളെ വളർത്തണം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു വലിയ അനുഭവം പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മാസം 17-ാം തീയതി എരുമേലിയിലെ കിങ് ജീസസ് മിനിസ്ട്രിയുടെ ഓഫീസ്, നമ്മുടെ മിനിസ്ട്രിയുടെ ഓഫീസിൽ ഞങ്ങൾ അന്ന് രാവിലെ 7 മണിക്ക് എനിക്ക് ശാലോമിന് വേണ്ടിയുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. രാവിലെ 7 മണിക്ക് ഞങ്ങൾ 2 പേരുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പകൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് അവിടെ ഓഫീസിൽ ഷൂട്ടിംഗ് ആരംഭിച്ചു. ആദ്യത്തെ എപ്പിസോഡ് എടുത്തു, അത് കഴിഞ്ഞ് ഞാൻ പോയിരുന്നൊരു കൊന്തയിൽ. 2ാമത്തെ എടുത്തു, അത് കഴിഞ്ഞ് പോയിരുന്നു കണ്ടക്കൊന്തയിൽ. 3ാമത്തെ എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് ശക്തമായ സുഗന്ധാഭിഷേകം, അതിശക്തമായ സുഗന്ധാഭിഷേകം. ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാമോ പിന്നീട് അവിടെ സംഭവിച്ചത്? എപ്പിസോഡ് എടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര സുഗന്ധമായിരുന്നു. എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് അടുത്ത മുറി കൊണ്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മനോജ് ഒന്നും അവിടെ തറയിലൊക്കെ എണ്ണ പോലെ കിടക്കുന്നുണ്ട്. ഞാൻ ചെന്നു നോക്കി, തൊട്ടുമണത്തപ്പോൾ എണ്ണയ്ക്ക് ഭയങ്കര സുഗന്ധം. ഞങ്ങൾ ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, വിശ്വസിച്ചേ നിങ്ങൾ പറ്റൂ. ഞാൻ ബൈബിൾ വെച്ച് വചനം പറഞ്ഞിരുന്ന ആ സ്റ്റാൻഡ്, ബൈബിൾ സ്റ്റാൻഡിൽ നിന്ന്
ഇങ്ങനെ സുഗന്ധ എണ്ണ ഒഴുകാൻ തുടങ്ങി. തൊട്ടടുത്ത മുറിയിലാണ് മാതാവിൻ്റെ ഈശോയുടെ രൂപം ഇരിക്കുന്നത്. ആ മാതാവിൻ്റെ കാലുകള് ആ ഭാഗത്തൂടെ എണ്ണ ഒഴുകുന്നു, ഈശോയുടെ തിരുഹൃദയത്തിലൂടെ എണ്ണ ഒഴുകുന്നു, ഈശോയുടെ കാലുകള് മൊത്തം സുഗന്ധ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുക. ജനുവരി 17 ആരംഭിച്ചു. 28 ദിവസം നമ്മുടെ ഓഫീസിൽ തന്നെ ആ രൂപങ്ങൾ വെച്ച് നമ്മൾ പറഞ്ഞു. അസാധാരണ സുഗന്ധാഭിഷേകം, എണ്ണ, അനേകരിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്ന എണ്ണ പുരട്ടി. ഈ 2 രൂപങ്ങളും മുണ്ടക്കയം ചിറ്റടി ദേവാലയത്തിൽ അവിടെ വെച്ചിരിക്കുകയാണ്. ഈശോയുടെ ഹൃദയത്തിലൂടെയും മാതാവിൻ്റെ രൂപത്തിലൂടെയും സുഗന്ധ എണ്ണ എഴുതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി, ഈശോയോടുള്ള വലിയ സ്നേഹം നമുക്കുണ്ടാവണം. ഇതുപോലെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് സുഗന്ധ എണ്ണ ഒഴുകുന്നു, മാതാവ് കരയുന്നു, കണ്ണിലൂടെ രക്തം വരുന്ന അനുഭവങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ദൈവജനത്തിലുള്ള ശക്തമായ മെസ്സേജുകളാണ്. ജനം മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശക്തമായ സന്ദേശങ്ങളാണ്. നമ്മുടെ മക്കളെ നമുക്ക് വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ സഭയോട് ചേർന്ന് വളർത്തണം. അതുപോലെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വിശ്വസ്തരായിരിക്കണം. ഒരിക്കലും ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുത്, ഭർത്താവ് ഭാര്യയോടും അവിശ്വസ്തത കാണിക്കരുത്. ഏറ്റവും വലിയ പാപമാണ് അവിശ്വസ്തത കാണിക്കുക. തെറ്റായ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലേക്ക് ഒരിക്കലും ഞങ്ങൾ പോകരുതെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 13 വരെ വചനങ്ങൾ പറയുന്നുണ്ട്. 16 വരെ വചനങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാണ്. നിങ്ങൾ ബലിപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകത്തില്ല. യൗവനത്തിൽ നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു, നിന്റെ സഖിയും ഭാര്യയുമായി ചുറ്റും നീ അവിശ്വസ്തത കാണിച്ച യൗവനത്തിലെ ഭാര്യയും നീ തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു. അവിടെ പറയുന്നു അവിശ്വസ്തത കാണിച്ചു. ദൈവഭക്തരായ സന്താനങ്ങളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത, കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കരുത്. ഭാര്യ ഭർത്താവിനോടും അവിശ്വസ്തത കാണിക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചത് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, ഒരുവൻ തന്റെ വസ്ത്രം അക്രമം കൊണ്ട് പുതിയനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ആവരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. ഏറ്റവും വലിയ തെറ്റാണ് കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ആ ഒരു തെറ്റ്. ഭർത്താക്കന്മാര് മദ്യത്തിന് അടിമകളാകരുത്. ഭാര്യ ഭർത്താക്കന്മാര് സമ്പത്ത് ദൂർത്തടിച്ചു ജീവിക്കരുത്. ആഡംബരത്തിന്റെ ജീവിതം നയിക്കരുത്. നമ്മുടെ കുടുംബത്തില് സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവണം. സമ്പത്ത് നമ്മള് ദശാംശം കൊടുക്കണം. നമുക്ക് കിട്ടിയ, നമ്മുടെ മാതാപിതാക്കളുടെ നമുക്ക് കിട്ടിയ വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിന്റെ അടുത്ത തലമുറയ്ക്ക് ആര് വിശ്വാസം കൊടുക്കും? നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങള്, മറ്റു സമുദായം വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. ഈ തകർച്ചയെ നമ്മൾ നേരിടണം. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാവണം. സാമ്പത്തിക ഉയർച്ച ക്രൈസ്തവർക്കുണ്ടാവണം. നല്ല ജോലി വേണം. നല്ല വിശ്വാസ ജീവിതം നമ്മൾ നയിക്കണം. ദൈവത്തോടുള്ള ആ സ്നേഹം, പ്രാർത്ഥന, വിശ്വാസം, ഇത് നമുക്ക് കൂടുതലായിട്ടുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്താം. തിരിച്ച് വിശുദ്ധ കുർബാന, ദീപികാന്റെ ഭക്തിക്ക് 1-ാം സ്ഥാനം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കണം. മക്കളെ വചനം പഠിപ്പിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം ഒരിക്കലും പാടില്ല. സംശയമുള്ള കുടുംബങ്ങൾ, ചില കൊലപാതകത്തിൻ്റെ ഒക്കെ കാരണം ഇതാ, സംശയം മൂത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു. എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ജീവിത പങ്കാളിയെ സംശയിക്കാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണം. കുടുംബത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. ബലിയായിട്ട് മാറണം. ഇതാണ് ഓരോ അപ്പൻ്റെയും അമ്മയുടെയും വിളി. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മൾ മരിച്ചുപോയി കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ ഫോട്ടോ മിക്കവാറും വീട്ടിൽ ഭിത്തിയെ കാണും. അപ്പോൾ നമ്മുടെ മക്കള് കല്യാണം കഴിച്ച് അവർക്ക് കൊച്ചുമക്കളും, അവർക്ക് മക്കളും കൊച്ചുമക്കളും കാണും. അവര് നമ്മുടെ അപ്പൻ്റെ അല്ല അമ്മയുടെയൊക്കെ ഫോട്ടോ നോക്കിയിട്ട് അപ്പൻ മക്കളോട് കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്, നല്ല സ്നേഹത്തിലാണ് ജീവിച്ചത്,
നല്ല വിശ്വാസത്തിലാണ് ജീവിച്ചത്. നല്ല അപ്പച്ചനും അമ്മച്ചിയായിരുന്നു. നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇത് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്വരമുയർത്തി സ്തുതിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ, ശക്തിയോട് സ്തുതിക്കട്ടെ, ഉണർവോടെ വിളിക്കട്ടെ. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മക്കള്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും കാലിൽ മുട്ടൻ തഴമുണ്ടാവണം പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. മക്കളൊക്കെ കാനഡയിലും UK-യിലും അതിലൊക്കെ വിട്ടോ കുഴപ്പമില്ല. പക്ഷെ വീട്ടിൽ അവരുടെ വിശുദ്ധി പ്രാർത്ഥനയിൽ വിശ്വാസത്തിക്കാൻ അമ്മമാര് ഇവിടെ വീട്ടിൽ നിന്ന് മുട്ടയിൽ നിന്ന് ജപമാലയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടരുത്, വിശ്വാസം നഷ്ടപ്പെടരുത്. നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണം, ഉയർച്ച പ്രാപിക്കണം, അഭിവൃദ്ധി പ്രാപിക്കണം. ഹല്ലേലൂയ. എല്ലാ നന്മകളും നമ്മുടെ കുടുംബത്തിൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.